എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. മീന, നിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും. ഞാൻ ഉപദേശിക്കാണെന്ന് വിചാരിക്കരുത്. അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. കഴിഞ്ഞതോർത്ത് ദുഃഖിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സത്യം പറഞ്ഞാൽ ഞാനും നിന്നെ പോലെയാണ്. ദുഃഖിപ്പിക്കുന്ന ചിന്തകൾ മറക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എനിക്കെല്ലാം എന്റെ അച്ഛൻ മാത്രമായിരുന്നു. എല്ലാം എനിക്കറിയാം മീന. നാം തുല്യ ദുഃഖിതരാണ്. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. ഒരു പുതിയ ജീവിതം തുടങ്ങും. വെറുതെ ഇങ്ങനെ ഇരുന്നാൽ ദുഃഖം വർദ്ധിക്കുകയുള്ളൂ. അതിനൊരു പോംവഴി കണ്ടുപിടിക്കാം. ദാറ്റ്സ് എൻ ഐഡിയ. വരും. രാജു, ഇന്നു മുതൽ നിനക്ക് ഒരു ജോലി കൂടെ ഉണ്ടാവും. മീനയെ ഡ്രൈവിംഗ് പഠിപ്പിക്കും. മീന, നീ ഡ്രൈവിംഗ് പഠിക്കും. വിവാഹം കഴിഞ്ഞാൽ നിനക്ക് സ്വന്തമായ ഒരു കാറുണ്ടാവും. അത് നീ തന്നെ ഓടിക്കണം. ഇവിടെ ഡ്രൈവർമാരുണ്ടല്ലോ. അത് പോരാ. ആവശ്യം വരുമ്പോൾ ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പഠിക്കണം. അല്ലേ രാജു? ചേട്ടൻ തന്നെ പഠിപ്പിക്കുന്നതല്ലേ നല്ലത്? അല്ല, വിവാഹത്തിന് മുമ്പ് ഞാനും മീനയും മധ്യം ഇടപെടുന്നത് ശരിയല്ല. നിനക്ക് മീന ചേട്ടത്തി അമ്മയാണ്. അതുകൊണ്ട് നീ തന്നെ പഠിപ്പിക്കണം. ഇന്ന് എന്നെ തുടങ്ങിക്കോ. നിന്റെ കാറെടുത്തോ. ചെല്ലേ. ജീവനേക്കാൾ ഉപരി ചേട്ടൻ മീനെ സ്നേഹിക്കുന്നു. ആ സ്നേഹം മീനയ്ക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? വിവാഹത്തിന് മുമ്പ് ഭർത്താക്കന്മാരെ നേരിൽ കാണാത്ത എത്രയോ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം മീനയുടെ ചരിത്രം ഉണ്ടാവണമെന്നില്ലല്ലോ. ആരുടെ മുമ്പിലും മൂടി വെക്കേണ്ട ചരിത്രം എനിക്കില്ല. ഞാനെല്ലാം ചേട്ടനോട് തുറന്നു പറയും. കൊള്ളാം. എന്റെ ചേട്ടന്റെ ജീവിതം എന്നേക്കുമായി തകർക്കാൻ അത് മതിയാകും. സ്റ്റിയറിംഗ് പിടിക്കും.